ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വരൂ, റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഇതിനാവശ്യമായ മാവ് റെഡിയാക്കുന്നതിനായി ഞാൻ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml 2 കപ്പാണ്. നിങ്ങൾക്ക് മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 2 ഗ്ലാസ് എടുത്താൽ മതി. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഒരു 2 ടീസ്പൂണോളം എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്നതിനായി ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ആദ്യം ഒരു 3/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള ബോൾസാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഏകദേശം ഈ ഒരു സൈസിലുള്ള ബോൾസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സവാള കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വിട്ട് വന്നോളും. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാൻ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സവാള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കൂടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർക്കാവേ. നമുക്ക് ചതച്ചെടുക്കുന്നതിന് പകരം ഇത് പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഒരു 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സവാളയൊക്കെ നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണേ. നമ്മളിതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മളിതിലോട്ട് ആദ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് എരിവാകും. ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടിയുടെ എരിവ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കനം കുറച്ചാണ് സ്ലൈസ് ചെയ്യുന്നത്. എനിക്ക് 2 കപ്പ് സ്നാക്സ് ഉണ്ടാക്കാൻ 4 മുട്ടയുടെ ഒന്നും ആവശ്യം വന്നിട്ടുള്ള കേട്ടോ. 2 എണ്ണം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ തിന്നായിട്ടാണല്ലോ ഇത് സ്ലൈസ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചെടുക്കാനും മൈദയുടെ ഒരു സ്ലറി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല ലൂസ് ബാറ്ററായിട്ട് എടുക്കണ്ട, തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വന്നാൽ മതി. റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദയുണ്ടല്ലോ, അത് നല്ല രീതിയിലൊന്ന് ബാൾസാക്കി ഉരുട്ടി ഷേപ്പ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് പ്രസ്സില്ലെങ്കിൽ കൈ വെച്ചിട്ടും പരത്താവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ പത്തിരിയും പരത്തി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വിട്ട് പോരുന്ന പോലെ ആക്കണ്ട, 4 സൈഡൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. സെൻറ്റർ ഭാഗം ഒട്ടി തന്നെ ഇരിക്കണം. ഇനി ഇതിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സ് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ബാക്കി 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞ് ചെറിയതായിട്ട് കീറിയെടുക്കുക. അതും സെൻറ്റർ സൈഡ് കട്ട് ചെയ്ത് പോരാതെ വേണം കേട്ടോ ചെയ്യാൻ.
ഇങ്ങനെ വരഞ്ഞ് കൊടുത്ത ശേഷം കട്ട് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് എഗ്ഗിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒനിയൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കാം. സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ സെൻറ്ററിലായിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇനി മുകളിലുള്ള ഒറ്റ പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് കവർ ചെയ്ത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. നല്ല രീതിയിൽ ഒട്ടി കിട്ടുന്നതിനായിട്ട് നമ്മൾ മൈദയുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചില്ലേ അത് തൊട്ട് കൊടുത്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ആ മസാല തേച്ച് കൊടുത്ത ഭാഗം നന്നായി ഒട്ടി കിട്ടിയ ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ തലക്കിൽ കൂടി മൈദ മിക്സ് തേച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കുക. അപ്പം നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഓരോന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റിലത്തെ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയുള്ളൂ. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ പരത്തി ഫില്ലിംഗ് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കിട്ടണേ. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണേ. ഓരോ ഭാഗമൊക്കെ ഏകദേശം വെന്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചു നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ലെയർ ഇട്ട് ഒട്ടിച്ചെടുത്ത ഭാഗമില്ലേ അത് നല്ല രീതിയിൽ കുറേ സമയം ഒന്ന് എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ടി വരും. എന്നാലേ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം നല്ല രീതിയിൽ കരിഞ്ഞും പോവും, ഉൾവശം വേവത്തുമില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുക. ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ പപ്സൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ വകയിലൊരു അനിയനായിട്ട് വരും. വീട്ടിൽ പപ്സൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് മെനക്കെട്ടുള്ള പണിയാണല്ലോ. അപ്പോൾ പപ്സൊക്കെ കഴിക്കാൻ കൊതിയാകുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാവേ. എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ നെറ്റിക്കാൻ ഇത് മാത്രം മതിയാകും. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുള്ളത്. ഇതിങ്ങനെ കാണുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ സ്നാക്കാണെന്ന് തന്നെ തോന്നുന്നില്ലേ? എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്